അടിപൊളി. പക്ഷെ എനിക്കിഷ്ടമല്ല, പേഴ്സണലി എനിക്കിഷ്ടമല്ല. ആടാ മുറുക്ക എന്തിനാ മുറുക്ക് താടി അജിം വന്നില്ലേ? അജിനെ നിനക്കും തെറ്റിയടാ. സെയിൻ മാലിക് അവൻ പോയി പറഞ്ഞത്, അവൻ സുഹൈബ് മാലിക്കാക്കി. അല്ലെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സമയം ചിരി നിർത്തൂലോ? എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുമല്ലോ, അപ്പൊ ഞാൻ സംസാരിക്കാം. ഓ വണ്ടി കയറി ഇറങ്ങിയ മാമ ഒരു 10 മുട്ട. 10 എന്തിന്? 9 പോരെ, ഒന്നിന്റെ തലയിലുണ്ടല്ലേ. ഇന്ന് രാത്രി 7 മണിക്ക് മുന്നേ ഉള്ള ഷുഹൈബ് മാലിക് കട്ട് ആരെങ്കിലും വെട്ടുന്നെങ്കിൽ അവന് രാത്രി കുഴിമന്തി ഫ്രീ. നീ എന്നെ നമുക്ക് വേണ്ട. എന്നിട്ടൊരു സെൽഫി കൂടെ എടുത്ത് അയച്ചാ ഗ്രൂപ്പ് അയക്കണാക്കാനാ. ആൾക്കാരൊക്കെ നന്നായി കുളിക്കുമ്പോഴുള്ള സുഖം, പിന്നെ കുളിച്ചിറങ്ങി വരുമ്പോ ഫാന്റെ മൂട്ടിക്കുമ്പോഴുള്ള സുഖം. അല്ലെ ഈ മുടി ഇല്ലാത്തതിന്റെ സത്യം എന്നാ നല്ലത്. നീ എങ്ങനെയല്ലേ ഈ കരയാതെ പിടിച്ചിരിക്കുന്നത് നമുക്കിടയില്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്തൊക്കെയാ എന്താ എന്താ എനിക്കറിയില്ല. അഭിഹിതങ്ങൾ തന്നെ ഈ നാട്ടിൽ. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ആരെ സ്നേഹിക്കൂടെ വിശ്വസിച്ച്? കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. നീ പറഞ്ഞ സത്യം. ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനെ ഇല്ല, നമ്മളെ കേക്ക് കണ്ടിക്കുന്ന കത്തി ബാക്കിൽ നിന്ന് എടുത്തിട്ട് എന്റെ കാലിന്റെ അവിടെ നിന്നിട്ട് ഒരയ്ക്കുന്ന ഇവന്മാരൊക്കെ ക്രിമിനൽ മൈൻഡടാ. ഒരു ഉത്സവങ്ങളിൽ പോവാൻ വയ്യ, മുക്കിന് ഇടി. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടെ സമാധാനത്തിന് അവിടെ പോയിരുന്നപ്പോ എല്ലാരും കൂടെ പേടിച്ചുവിടാ. നാടിനൊക്കെ പൊക്കളഞ്ഞു. നാട് വിട്ട് പുറത്തു വല്ലതും പോവാളിയാ. സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അപ്പുറത്തെ ബസ്സിലെ ഇപ്പുറത്തെ ബസ്സിലെ അമ്മ രണ്ടും കൂടെ ഗിയർ ഊരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇടി വിടുന്നു. പണ്ടത്തെ ഫാമിലിയിലെ ഇപ്പം ഒരു ദിവസം നോക്കിയപ്പോ എന്റെ വാപ്പ ഉമ്മയെടുത്ത് മണ്ട നിർത്തിയേക്കുന്നു. മസാല ഇല്ലെന്ന് മീൻ പൊരിച്ചേന്. പെങ്ങന്മാരൊന്നും പഴയണക്കല്ല. എന്ത് ഫെമിനിസം? ആങ്ങളമാരൊന്നും പഴയ പോലെ അല്ല. ഒരുത്ത ക്രിസ്ത്യൻ ബെയിൽ എന്ന് പറഞ്ഞ് നടക്കുന്നത് ബാറ്റ്മാൻ സിനിമയിൽ നടന്നില്ലേ? അത് കേരളത്തിൽ നല്ലവരായ 2 ആൾക്കാരേ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് ഞാനും ഒന്ന് നീയും. ഒരു പാട്ടിറങ്ങിയ ഇൻസ്റ്റാഗ്രാം ഒക്കെ നശിപ്പിക്കോ? ഓറ് കഴിക്കുമ്പോ ആ പാട്ട്, ഒരു പെണ്ണോട്ടിരിക്കുമ്പോ ആ പാട്ട്, ഉറങ്ങുമ്പോ ആ പാട്ട്. ഞാൻ ഇപ്പൊ ആ പാട്ട് കേൾക്കില്ല. എടാ ഇനിയിപ്പൊ ഈ സമാധാനത്തിന് എന്ത് ചെയ്യൂടാ? മസനഗുഡി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര. അമ്മ ഒരു 4 ചായ. കടുപ്പം കുറച്ച് മധുരം കൂട്ടിയാണ്. എനിക്കൊരു സ്ട്രോങ് കൂട്ടി മധുരം കുറച്ചൊരു ചായ. അമ്മ തേയില കുറച്ച്, പഞ്ചസാര കുറച്ച്, പാല് കുറച്ചൊരു ചായ, പിന്നെ ചൂടുകൂടെ കുറച്ചോ. നീ പറഞ്ഞ സാധനം ഇതെന്താ ആദ്യമേ ചൂടുവെള്ളം കൊടുക്കൂ? അല്ല, നീ പറഞ്ഞ സാധനമാണ് ഇത്. ഒന്നും നോക്കിക്കും. പിന്നെ അല്ല ഓരോ തേങ്ങകള്. ചേട്ടാ ഒരു ഷവർമ കേട്ടോ. മയണൈസ് കൂട്ടിയൊരു ഷവർമ. മയണൈസ് കുറച്ചൊരു ഷവർമ. ഒതന്റിക് ആയിട്ടുള്ള ഷവർമ ഉണ്ടാ ഇവിടെ? ഇല്ല. റൊമാലിയൻ ഷവർമ ഉണ്ടാ? ഇല്ല. ടർക്കിഷ് ഉണ്ടാ? അതില്ല. ഉസ്ബെക്കിസ്ഥാൻ ഉണ്ടാ? ഇല്ല. കസാഖിസ്ഥാനാ? ഇല്ല. ബംഗാൾ ഷവർമ ഉണ്ടാ? അതില്ല. കുറെ എണ്ണം 2 കോഴി വെച്ച് എങ്ങനെയും ഷവർമ ഉണ്ടാക്കി പറ്റും. ഇവിടുത്തെ ഷവർമ എത്ര രൂപടാ? 15 രൂപ. 15 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വേണം? എനിക്കൊരു റൊട്ടീന്റെ അകത്ത് ചിക്കനും മുട്ടയും പൊരിച്ചങ്ങ് വായി വെച്ച് തരും. തിന്നാൻ മിണ്ടായിരുന്നോ നീ? ഒതന്റിക് ടർക്കിഷ് വരട്ടെ. ചായ ഉസ്ബെക്കിസ്ഥാൻ ഷവർമ ആണോ? നല്ല സോഡ നാരങ്ങ. സോഡ ഇല്ലാത്തൊരു നാരങ്ങ. സോഡ നാരങ്ങ സോഡ ഒഴിക്കണ്ട. എന്തൊക്കെ പിള്ളേരല്ലേ. എനിക്കറിയാൻ മേക്കളെ ഇവന്മാർക്ക് ഞാൻ ഒന്നടിച്ചാൻ കൊടുക്കും. അമ്മടുത്താ കളി. നറുതട്ടി സോഡ ഉണ്ടാ? ഇടാതൊരു സോഡ ഇടും. നീ അമ്മമാരോ അനിയനായിരുന്നു. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അതെന്ത്? അടിമുടിയല്ലേ നോക്കുന്ന പോത്തിനാ? നിങ്ങൾക്ക് എത്ര കിലോ ഉള്ള പോത്തിനെ വേണം? ഒരു 2000 കിലോ ഉള്ള പോത്ത് ചേട്ടാ. 2000 കിലോ ഉള്ള പോത്താ? ഒരു കാര്യം ചെയ്യണം മോനെ, താഴെ വയലിൽ ഒരു പോത്തിനെ കിട്ടിയിട്ടുണ്ട്. അവനെ കഴിച്ചോണ്ടോ, എന്നിട്ട് അവനെ കൂടെ അങ്ങ് ഒട്ടിക്കുക നമുക്ക്. എന്നിട്ട് ഒരു പോത്തെന്നങ്ങ് പറ. ചേട്ടാ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവില്ല ചേട്ടാ, അതുകൊണ്ടാണേ. എന്നാൽ നാളെ 7:30 സ്പെഷ്യൽ ക്ലാസ്. ഞാൻ പോത്തിനെ പറ്റിയും പശുവിനെ പറ്റിയും എരുമെ പറ്റിയും ക്ലാസ് എടുത്തു തരാം കേട്ടാ. ഇതൊക്കെ ഒരു പൊതു ജ്ഞാനമുണ്ടോ? അതൊക്കെ ചിന്തിച്ചെടുക്കാളോ. ഇതൊന്നും ആരും പ്രത്യേകിച്ച് പറഞ്ഞു തരത്തില്ല. ചേട്ടാ ഇതിനൊരു വില പറ. എന്ത്? എന്റെ കുഞ്ഞുങ്ങൾക്ക് വില പറയാനോ?
എങ്കിൽ എഴുതിയെങ്കിലും കാണിക്കടോ, പറയാൻ പറ്റത്തില്ലെങ്കിൽ. പോയിന്റ്. എന്ത്? എനിക്ക് അക്ഷര വിദ്യാഭ്യാസം ഇല്ലെന്നോ? ഇത് വിൽക്കാനല്ലേ ചേട്ടാ ഇവിടെ വളർത്തുന്നത്. ഇതിനെ വിൽക്കാനല്ല ഞാൻ വളർത്തിയത്. പിന്നെ കഴപ്പാണോ വെറുതെ ഒരു പോത്തിനെ വളർത്താൻ? നീ ചോദിച്ച ഈ സെയിം ചോദ്യം ഞാൻ വേറെ വേവിലി കൂടെ ചോദിക്കണേ. നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വട്ടാണോ നിന്നെ ഇങ്ങനെ പോത്തിനെ പോലെ വളർത്താൻ? ഒരു സന്തോഷ വാർത്തയുണ്ട്, ഈ സംവാദത്തിൽ ചേട്ടൻ ജയിച്ചിരിക്കുന്നു. പോത്തിന്റെ കാര്യം പറയട്ടാ. അച്ഛൻ എന്ത് ചെയ്യുന്നു? അതറിഞ്ഞിട്ട് ഈ പോത്തിന് അഞ്ചാമതൊരു കാലിറങ്ങി വരില്ലല്ലോ. ഒരു സന്തോഷ വാർത്തയുണ്ട്, ഈ സംവാദത്തിൽ അവനാണ് ജയിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പോത്ത് കിടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് എണീറ്റിരിക്കും, കുറച്ച് കഴിയുമ്പോൾ പുല്ല് കടിക്കും, കുറച്ച് കഴിയുമ്പോൾ കാടി കുടിക്കും. എടോ ഇതൊക്കെ ഒരുവിധം മനുഷ്യർക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എടോ ഈ പോത്തിനെ കൊടുക്കുന്നുണ്ടോ? അത് അതിന്റെ ഓണറിന്റെ അടുത്താണ് ചോദിക്കണം, അത് എനിക്കറിയില്ല. പിന്നെ താനാരാ? എന്നെ പറ്റി അറിയണോ? ഞാൻ നിങ്ങൾ എന്റെ ഫ്ലാഷ് ബാക്കിനെ പറ്റി അറിയണം. എന്തോ എടുക്കുന്നുണ്ട് ഫ്ലാഷ്. എന്തോന്നറാ പോണത്?